وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس وأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير. صدق الله. അല്ലാഹുവിന്റെ മാർഗത്തിലെ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവനെ തഖ്വയുള്ളവരായി ജീവിക്കണമെന്നും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് മറ്റു പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും രോഗങ്ങളും പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഉന്നതന്മാർ, സഹോദരി സഹോദരന്മാർ, ഇളതുമകൾ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പച്ചവൻ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും ഐതിഹാസികമായ ആദർശ ജീവിതം അനുസ്മരിച്ചും അനുകരിച്ചും കൊണ്ട് ഇസ്ലാമിക ലോകം ഹജ്ജും മറ്റ് കർമ്മങ്ങളും അനുഷ്ഠിച്ച് ഈദുൽ അദ്ഹയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഈദുൽ അദ്ഹ ആശംസകൾ അർപ്പിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇസ്ലാമിന്റെ അനുഗ്രഹീത നാളുകൾക്കും പെരുന്നാളുകൾക്കും പറയാനുള്ള സന്ദേശം, അത്തരം പുണ്യനാളുകളുടെ മാസപ്പിറവി കാണുമ്പോൾ തന്നെ ഇസ്ലാമിക ഉമ്മത്തിന്റെ മനസ്സിൽ ഇസ്ലാം നിറച്ചു വെക്കുന്നുണ്ട്. ദുൽഹജ്ജ് 1 മാസപ്പിറവി കണ്ടപ്പോ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിസ്സലാം വൽ ഇസ്ലാം വബിൽ അംനി വൽ ഈമാൻ വബിത്തൗഫീഖി ലിമാ തർളാ. അല്ലാഹുവേ, നീ ഈ മാസപ്പിറവിയെ അഹില്ലഹു അലൈന, ഞങ്ങളുടെ മേൽ നിർഭയത്വത്തിന്റെ മാസപ്പിറവിയാക്കണം. പുണ്യകരമായ നാളിൽ നമ്മൾ അള്ളാഹുവിനോട് തേടുന്നത് അതാണ്.
നിർഭയത്വത്തിന്റെ അടിത്തറ എന്താണ്? വൽ ഈമാൻ, അത് ഈമാനാണ്. വബിസ്സലാമത്തി വൽ ഇസ്ലാം, പടച്ചവനെ ഇത് സമാധാനത്തിന്റെ പുണ്യനാളുകളാക്കണം, ഇസ്ലാമിന്റേതുമാക്കണം. വബിത്തൗഫീഖി ലിമാ തർളാ, അല്ലാഹുവേ നീ തൃപ്തിപ്പെടുന്നത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. ആര് പഠിപ്പിച്ചതാണ്? പുണ്യപ്രവാചകന്മാർ പഠിപ്പിച്ചതാണ്. പുണ്യപ്രവാചകന്മാരുടെ പ്രാർത്ഥനയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഹബീബായ റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതാണ്. എന്താണ് ഈ പ്രാർത്ഥനയുടെ അടിത്തറ? ഈ പുണ്യനാളുകൾ നമ്മളോട് പറയുന്നുണ്ട്. ഈമാനിന്റെ അടിത്തറയിൽ നിന്ന് നിർഭയത്വത്തിന്റെ ചരിത്രം രചിച്ചവർ അവരാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്. ഇസ്ലാമിന്റെ മേലാപ്പിന് താഴെ സമാധാനം കണ്ടെത്തിയവർ. ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രം അതാണ്. പ്രവാചകന്മാരുടെ ചരിത്രം അതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയാണ് നമ്മൾ ഈ പെരുന്നാളിന് അനുസ്മരിക്കുന്നത്. ആ പ്രവാചകന്റെ പ്രാർത്ഥന ഇതാണ്: അല്ലാഹുവേ ഈ നാടിനെ നീ നിർഭയത്വത്തിന്റെ നാടാക്കി മാറ്റണം. എവിടെന്താണ് നിർഭയത്വം ഉണ്ടാവുക? അതിനാണ് നമ്മൾ പറഞ്ഞത് ഈമാനിനോട് കൂടിയാണ് അംൻ എന്ന് പറയുന്നത്. ഈമാനിലാണ് നിർഭയത്വം ഉള്ളത്. പടച്ചവനെ നീ ഞങ്ങൾക്ക് സലാം നൽകണം, സമാധാനം നൽകണം. എവിടെയാണ് സലാം? ലോകത്തോട് സലാം. സലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മേൽ സമാധാനമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എവിടെയാണ് സലാം? ഇസ്ലാമിലാണ്. ഇസ്ലാമിൽ സമാധാനം കണ്ടെത്താൻ അതിനാണ് നമ്മൾ ഈ ഹജ്ജും പുണ്യകരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യുന്നത്. ഇസ്ലാമിന്റെ അടിത്തറയിൽ നമുക്ക് സമാധാനം ഉണ്ടാകണം. ഈമാനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് നിർഭയത്വത്തെ കണ്ടെത്താൻ സാധിക്കണം. അതിനാൽ ഞാനും നിങ്ങളും പെരുന്നാളിനും 2 റക്അത്ത് നമസ്കരിച്ച് അള്ളാഹുവിന്റെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണിത കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിന്നാണ് നമസ്കരിച്ചത്. ആ കഅബാലയം നമുക്ക് പറഞ്ഞു തരുന്ന പാഠം ഇതാണ്: ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂ വആമനഹും മിൻ ഖൗഫ്. ആരാണ് അനാഥൻ? ഞാനും നിങ്ങളും അല്ലാഹു അക്ബർ എന്ന് ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ച അല്ലാഹു ഉണ്ടല്ലോ. ആ അല്ലാഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയണം: ഫൽയഅബ്ദു, നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, റബ്ബ ഹാദൽ ബൈത്ത്, ആ നാഥന്റെ, ആ ബൈത്തിന്റെ നാഥന് ഇബാദത്ത് ചെയ്യണം. എന്താണ് നാഥന്റെ പ്രത്യേകത? അല്ലദീ അത്അമഹും മിൻ ജൂ, വിശപ്പിൽ നിന്ന് ഭക്ഷണം നൽകിയവനാണ്. വആമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകിയവനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്തരം നിർഭയത്വത്തിനെതിരായി നിന്ന സമൂഹത്തോട്, മനുഷ്യ സമൂഹത്തിന്റെ മോചനത്തിന്, അവരുടെ ക്ഷേമത്തിന് എതിരായി നിന്ന വ്യവസ്ഥകളോട്, അതിനോടാണ് അവർ പൊരുതിയത്. അവിടെ ആസർ ഉണ്ടായി, നമ്രൂദ് ഉണ്ടായി. ഇബ്രാഹിം നബിയുടെ തൗഹീദിന്റെ ഇബാദത്തുകളിൽ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹിനെയും ഇബാദത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞ ആ തൗഹീദ് ഉണ്ടല്ലോ, ആസറിന്റെ ബഹുദൈവത്വത്തിനെതിരായിരുന്നു. നമ്രൂദിന്റെ ആസറിന്റെ ബഹുദൈവത്വത്തിന്റെ അടിത്തറയിൽ കെട്ടിപ്പൊക്കപ്പെട്ട നമ്രൂദിന്റെ സാമ്രാജ്യത്വത്തിനെതിരായിരുന്നു. അതുകൊണ്ട് നമ്രൂദും ആസറും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പിൽ ഭയം ഉൽപ്പാദിപ്പിച്ചു, സമാധാനം കെടുത്തി. മനുഷ്യ സമൂഹത്തിൽ ഭയം ഉൽപ്പാദിപ്പിച്ചും സമാധാനം കെടുത്തിയും അധികാരം വാഴാൻ ശ്രമിച്ച അത്തരം ആളുകളോട് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി ആ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പ്രബോധനവും സംവാദവും നടത്തിയ പ്രവാചകന്റെ ചരിത്രമാണ് നമ്മളിപ്പോൾ അനുസ്മരിക്കുന്നത്. അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹീമ അൻ ആതാഹു അല്ലാഹുൽ മുൽക് ഇദ് ഖാല ഇബ്രാഹീമു റബ്ബിയല്ലദീ യുഹ്യീ വയുമീത് ഖാല അന ഉഹ്യീ ഉമീത് വഉമീത്.
ربي الذي يأتي بالشمس من المشرق فأتي بها من المغرب فبهت الذي كفر. ഖുർആൻ പറയല്ലേ ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞങ്ങനെയല്ല, അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹിമ, ഇബ്രാഹിമിനോട് തർക്കിച്ചവനെ നീ കണ്ടില്ലേ? എന്താ പറഞ്ഞത്? ഇബ്രാഹിം നബിയോട് അള്ളാഹുവിനെ കുറിച്ച് ചോദിച്ചു, ഏകനായ അള്ളാഹു. ഇബ്രാഹിം നബിയുടെ സംവാദത്തിൽ, പ്രബോധനത്തിൽ നമ്രൂദും ഉണ്ടായിരുന്നു, ആസറും ഉണ്ടായിരുന്നു. ആസറിനോട് ഏകനായ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ അതേ ഭാഷയിൽ നമ്രൂദിനോടും ഇബ്രാഹിം നബി പറയാണ്, എന്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനാണ്, മരിപ്പിക്കുന്നവനാണ്. നമ്രൂദിന് അത് മനസ്സിലായില്ല. ആധുനിക നമ്രൂദുകൾക്കും അത് മനസ്സിലാകാറില്ല. ഞങ്ങളാണ് ജീവിപ്പിക്കുന്നത്, ഞങ്ങളാണ് ഭരിപ്പിക്കുന്നത്, ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, ആര് വാഴണം ആര് വീഴണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ് എന്ന് നമ്രൂദ് അന്ന് പറയണ്ടായി. നമ്രൂദിന് അള്ളാഹു നൽകിയ അള്ളാഹു നൽകിയതാണ് ആധിപത്യം എന്ന് മനസ്സിലാക്കാൻ നമ്രൂദിന് സാധിച്ചില്ല. അപ്പോൾ നമ്രൂദിന് മനസ്സിലാകുന്ന ഭാഷയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവനോട് പറഞ്ഞു, റബ്ബിയല്ലദീ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. എന്റെ റബ്ബ് കിഴക്ക് നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നവനാണ്. അപ്പോഴാണ് നമ്രൂദ് ഉത്തരമുട്ടിപ്പോയത്, നിനക്ക് പറ്റുമെങ്കിൽ അതിനെ പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്കുക. പറയാൻ പറ്റുമോ നമ്രൂദിന്? അത് ഞാനാണ് ഉദിപ്പിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയായിരുന്നു. പക്ഷേ നമ്രൂദിനെ പോലത്തെ ഭരണാധികാരികളുടെ ഉപ്പാപ്പമാർക്ക് മുമ്പും അള്ളാഹുവിന്റെ പ്രപഞ്ച വ്യവസ്ഥകൾ, ഭൂമിയുടെ വ്യവസ്ഥകൾ ലോകത്തുണ്ട്. അപ്പൊ അള്ളാഹുവാണ് മുൽക്ക്, ആധിപത്യം നൽകുന്നവൻ എന്ന് തിരിയാത്തവൻ, സമൂഹത്തിൽ ഭീതിയും അസമാധാനവും സൃഷ്ടിച്ചവൻ, അവനോട് ഇസ്ലാമിന്റെ പ്രബോധന ഭാഷയിൽ, സംവാദ ഭാഷയിൽ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുത്ത അഷ്റഫ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ആ പ്രവാചകനെ ആശയതലത്തിൽ ഉത്തരം മുട്ടിയപ്പോ കാട്ടാള മുട്ടാള നിയമങ്ങൾ കൊണ്ട് പ്രവാചകനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. എപ്പോഴല്ലേ ഇബ്രാഹിം നബിക്ക് അഗ്നികുണ്ഡങ്ങൾ ഒരുക്കപ്പെട്ടത്? ആശയതലത്തിൽ ഉത്തരം മുട്ടി നമ്രൂദിന്, ആസറിന്. എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? ഈ കല്ലിനെയാണോ, വിഗ്രഹങ്ങളെയാണോ, നിങ്ങൾക്കൊരു പ്രയോജനവും ചെയ്യാത്തതിനെയാണോ ആരാധിക്കുന്നത് എന്ന് ചോദിച്ച് അള്ളാഹുവിലേക്ക് വിളിച്ച് അള്ളാഹു ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം മുട്ടിയ മറുപടികൾ കൊണ്ട് ഇസ്ലാമിനെ ആശയതലത്തിൽ അവതരിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ നേരിടാൻ കരുത്തില്ലാതെ, ആദർശപരമായ കരുത്തില്ലാതെ, ആശയപരമായ ശക്തിയില്ലാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുമ്പിൽ അഗ്നികുണ്ഡങ്ങൾ ഒരുക്കി. നമ്മൾ പുതിയ കാലത്ത് നമ്മൾ അനുഭവിക്കുന്നത് എന്താണ്? ഇസ്ലാമിനെ നേരിടാൻ ആശയകരുത്തുള്ളവർ ലോകത്താരാണ്? എപ്പോഴാണ് അവർ ആയുധവും കൊണ്ട് ഇറങ്ങിത്തിരിക്കുക? അഗ്നികുണ്ഡങ്ങളുമായി, ബോംബുകൾ കൊണ്ട് അഗ്നികുണ്ഡങ്ങൾ ഒരുക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർഭയനായി ഈമാനിന്റെ കരുത്തുകൊണ്ട് അഗ്നികുണ്ഡങ്ങളെ സ്വീകരിക്കുകയായിരുന്നു. അള്ളാഹു ആ പ്രവാചകന് വേണ്ടി, ആ പ്രവാചകനെ വേണ്ടി ആശീർവദിച്ചു. ഈമാൻ കൊണ്ട് നിർഭയനായി, ഇസ്ലാം കൊണ്ട് സലാം നേടി. അഗ്നിയെ നീ അവന്, ഇബ്രാഹിമിനെ തണുപ്പും ശീതളച്ചായയും നൽകുക. ഇബ്രാഹിം അവിടുന്ന് നടക്കുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ. അള്ളാഹുവിലേക്കുള്ള യാത്ര, ആ യാത്രയാണ് ഇബ്രാഹിം മില്ലത്തിന്റെ യാത്ര എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഹജ്ജ്. അതാണ് നമ്മൾ ഈ ഹജ്ജിനോട് അനുഷ്ഠാനം എന്ന നിലക്ക് നമ്മൾ നമസ്കരിച്ച 2 റക്അത്ത് ഉണ്ടല്ലോ, ഈ നമസ്കാരം ഉണ്ടല്ലോ, അത് യാത്രയാണ്. ഇബ്രാഹിം മില്ലത്തിലേക്ക് യാത്രയാകാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് ഈ ഈദുൽ അദ്ഹ നമ്മളോട് ചോദിക്കുന്നത്, ഹജ്ജ് ചോദിക്കുന്നത്. ഇസ്ലാമിക ജീവിതം, ആദർശ ജീവിതം, അതാണ് ഹജ്ജ്. നമുക്ക് ചിലപ്പോ അത് ആരാധനയാണ്, നമുക്ക് ചിലപ്പോൾ അത് അനുഷ്ഠാനമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് അത് ജീവിതമായിരുന്നു. ഇബ്രാഹിം മില്ലത്ത് പിൻപറ്റിയ ആദർശത്തെ പാതാര ബിന്ദുക്കൾ പിൻപറ്റിയ സമൂഹം അവരുണ്ടല്ലോ, അവർക്ക് ഇത് ആദർശമാണ്. മില്ലത്ത് പിൻപറ്റിയ ഹാജറ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ, അല്ലെ, ഇത്തരം ആളുകൾ
അത് കേൾക്കണം. ഇസ്ലാമിന്റെ ഈമാനികമായ കരുത്തിൽ ജീവിച്ചവരാണ് ഇബ്രാഹിം മില്ലത്തിനെ പിൻപറ്റിയവർ. അവർ ആഘോഷിച്ചത്, പെരുന്നാളിനെ ആഘോഷിച്ചത് ഈ ആദർശം കൊണ്ടാണ്. ഇസ്ലാമിക ഉമ്മത്തിന്റെ ആഘോഷങ്ങൾ ഈ ആത്മീയതയാണ്, അനുഷ്ഠാനമാണ്. കള്ളുകൂടിയല്ല, അഴിഞ്ഞാട്ടമല്ല, ആഭാസമല്ല. ഇസ്ലാമിന്റെ ആഘോഷങ്ങൾ എന്ന് പറയുന്നതും ഈ പെരുന്നാളുകളാണ്. ആദർശത്തിന്റെ തിരുപ്പിറവികൾ, പെരുന്നാളുകൾ, ആഘോഷങ്ങൾ. ഹാജറ ബീവി ജീവിതം കൊണ്ടാണ് അച്ചടിച്ചത്. മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. ഇബ്രാഹിം നബിയോട് ചോദിച്ചു, അള്ളാഹ് കൽപ്പിച്ചത്. തിരിഞ്ഞു നോക്കാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സങ്കടത്തോടു കൂടി പറഞ്ഞു, അതെ, അള്ളാഹുവിന്റെ തീരുമാനം. ഇബ്രാഹിം മില്ലത്തിൽ വളർന്ന ഹാജറ എന്ന് മറുപടി പറഞ്ഞു. നമ്മുടെ സഹോദരിമാർ ഹാജറയെ അനുസ്മരിക്കുകയാണ്, അനുകരിക്കുകയാണ്. സഹോദരിമാർ മാത്രമല്ല, ഈമാനുള്ള മനുഷ്യർ എല്ലാവരും ഹാജറയെ അനുസ്മരിക്കണം. ഹജ്ജിന്റെ സഅയുണ്ടല്ലോ, സഫാ മർവയിൽ ഓടുന്നത്, അവിടെ സ്ത്രീയില്ല, പുരുഷനില്ല. ഇസ്ലാമിക ലോകത്തിലെ പുരുഷനും സ്ത്രീയും ഈമാനുള്ള ഹാജറ എന്ന് പറയുന്നത് അടിമ ജീവിതം നയിച്ച മതജീവിതത്തിൽ, മതബോധത്തിൽ എന്തില്ലാത്ത ആളായിരുന്നു? ഉത്കൃഷ്ട ഇല്ലാത്ത ആളായിരുന്നു. പക്ഷേ ഇസ്ലാമിന്റെ ആദർശബോധത്തിൽ ഹാജറ ഉയർന്നു നിൽക്കുകയാണ്. അതിനാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ഹാജറയെ അനുകരിക്കുകയാണ്, അനുസ്മരിക്കുകയാണ്. സഫാ മറുവയിൽ ഓടുമ്പോ സ്വന്തം മകനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വളർത്താൻ വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ പ്രയാസപ്പെട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് സ്വന്തം ജീവിതത്തെ, ആദർശ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ, ആദർശ മാർഗത്തിൽ മകനെ വളർത്താൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. കരയുന്ന പിഞ്ചു പൈതലിന് വെള്ളം കിട്ടാൻ വേണ്ടി ദാഹിച്ചപ്പോ ആ പിഞ്ചു പൈതലിന് അള്ളാഹു നൽകിയത് സംസം എന്ന് പറയുന്ന തീർത്ഥജലമാണ്. എനിക്കും നിങ്ങൾക്കും അത് തീർത്ഥജലമാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അതെവിടെന്നാ ലഭിച്ചത്? അത് ഹാജറയുടെ തവക്കുലിൽ നിന്നാണ്, ഈമാനിൽ നിന്നാണ്. ഈമാനിന്റെ ആഴത്തിൽ നിന്ന് ഉറവ പൊട്ടിയതാണ് സംസം. സംസം കുടിക്കുമ്പോ നമുക്ക് ഈമാൻ ഉണ്ടാകുന്നുണ്ടോ എന്ന ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. സംസം എന്ന് പറയുന്നത് ഹാജറയുടെ ഈമാനികമായ ഹൃദയത്തിൽ നിന്ന് ഉറവ പൊട്ടിയതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഈമാനികമായ തീർത്ഥജലം കുടിച്ചു വളർന്ന ഇസ്മായിൽ എന്ന് പറയുന്ന മകൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മക്കൾ നമ്മുടെ കൂടെയുണ്ട്. മക്കളെയും ചേർത്ത് പിടിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് ആധുനിക കാലത്ത്. ഈ മക്കളെ ആദർശ ജീവിതത്തോട് എങ്ങനെ ചേർത്ത് പിടിക്കണമെന്ന് ഹാജറയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം മില്ലത്തിന്റെ ജീവിതം അതാണ്. അള്ളാഹു കൽപ്പിച്ചു ഇസ്മായിലിനെ ബലിയർക്കാൻ. മക്കളുമായി, മകനുമായി കൂടിയാലോചിച്ചു. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. എന്താണ് നിന്റെ അഭിപ്രായം? ചോദിക്കോ, ഇസ്ലാമിന്റെ മാർഗത്തിൽ ജീവിക്കാൻ നിന്റെ അഭിപ്രായം എന്താണ്? എപ്പോഴെങ്കിലും മക്കളോട് ചോദിച്ചിട്ടുണ്ടോ? യാ ബുനയ്യ ചോദ്യത്തിനുണ്ട് ഒരു ഹൃദ്യത, സൗഹൃദം. അല്ലയോ കുഞ്ഞുമകനെ, എന്തൊരു ചോദ്യമാണ്. വാപ്പയും ഉമ്മയും എങ്ങനെയാകണം ഇബ്രാഹിം മില്ലത്ത് പഠിപ്പിക്കുന്നുണ്ട്. മക്കളോട് എങ്ങനെയാണ് ഇസ്ലാമിക മാർഗത്തിൽ വളർത്തേണ്ടത്? ഈമാനിന്റെ മാരടത്തിൽ, ഹാജറയുടെ മാരടത്തിൽ സംസം കുടിച്ചു വളർന്ന ഇസ്മായിൽ എന്ന് മറുപടി പറയും. ഈമാനികമായ മറുപടിയാണ് ഇസ്മായിൽ പറഞ്ഞത്. ഇഫ്അൽ യാ അബതി, അല്ലയോ പിതാവേ, ഇഫ്അൽ മാ തുഅമർ സതജുദിനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അല്ലാഹ് കൽപ്പിച്ചത് ചെയ്യൂ പിതാവേ, ക്ഷമാശീലരുടെ കൂട്ടത്തിൽ താങ്കൾക്ക് എന്നെ കണ്ടെത്താൻ കഴിയും. ഈ ജീവിതത്തെയാണ് നമ്മൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കന്നുകാലിയുടെ കഴുത്തിൽ കത്തിവെച്ച് ചൊല്ലുമ്പോ ഓർക്കാറുണ്ടോ? ഇബ്രാഹിം മില്ലത്ത് കത്തിവെച്ചത് സ്വന്തം കരളിന്റെ കഷ്ണമായ ഇസ്മായിലിന്റെ കഴുത്തിലായിരുന്നു. അങ്ങനെ വിളിച്ചപ്പോഴാണ് അവർക്ക് അല്ലാഹു വലിയവനായത്. അല്ലാഹു അക്ബർ. ഇതാണ് ഇസ്ലാം, ഇതാണ് ഇബ്രാഹിം മില്ലത്ത്. ഇല്ലെങ്കിലോ
لا ينال لحومها ولا دماؤها ولكن يناله التقوى. ഇതില്ലെങ്കിൽ നിങ്ങളുടെ രക്തം, നിങ്ങളുടെ മാംസം എത്ര ടൺ കണക്കിനുണ്ടെങ്കിലും അള്ളാഹു സ്വീകരിക്കുകയില്ല. ആരോടാ പറഞ്ഞത്? ആരോടാണ് പറഞ്ഞത്? ഹജ്ജിനെ അനുഷ്ഠാനമാക്കിയവരോട്, ആരാധനകളാക്കിയവരോട്. ഹജ്ജ് ജീവിതമായിരുന്നു ഇബ്രാഹിം മില്ലത്തിൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക്, ഹാജറ ബീവിക്ക്, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് ജീവിതമാണ്. വലികല്ലിൽ കന്നുകാലിയല്ല, സ്വന്തം കഴുത്താണ് വെച്ചു കൊടുത്തത്. മരുഭൂമിയിൽ ജീവിതത്തെയാണ് അഭയാർത്ഥിയായി കൊണ്ടുവച്ചത്. അത്തരം ലോകത്ത് നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ എന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞ് അല്ലാഹുവിനോട് ലബ്ബൈക അല്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ ഇതാ ഉത്തരം നൽകുന്നു എന്ന് പറഞ്ഞപ്പോ മരുഭൂമി മരുപ്പച്ചയായി. ഇത് മറന്നു ചില ആളുകൾ. പിൽക്കാലത്ത് ഇബ്രാഹിമിന്റെ സന്തതികൾ എന്ന് പറഞ്ഞവർ ഇത് മറന്നു. പിന്നെന്തായി? അവർക്ക് മാംസം അതാണ് അതിന്റെ വർക്കത്ത്, രക്തം അത് കോരി മേത്ത് വെക്കുക. അങ്ങനെ അനുഷ്ഠാന നിബദ്ധമായ ആ മതമായി ഇസ്ലാമിനെ ഇബ്രാഹിം മില്ലത്തിനെ തകർക്കാൻ ശ്രമിച്ചപ്പോ അല്ലാഹുവിന്റെ ഇബ്രാഹിം മില്ലത്തിന്റെ മാർഗത്തിൽ ആരുണ്ടായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം എഴുന്നേറ്റ് നിന്നു, സമൂഹത്തോട് പറഞ്ഞു, അജഅൽതും സികായത്തുൽ ഹാജി വഇമാറത്തുൽ മസ്ജിദുൽ ഹറാമി കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വജാഹദ ഫീ സബീലില്ലാഹ്. ഇതൊരു മറുപടിയാണ്. പുതിയ കാലത്ത് നമ്മളുടെ ഇസ്ലാമി ഇബ്രാഹിം മില്ലത്തിനെ അനുഷ്ഠാനമാക്കി ചുരുക്കുന്നവരോട് അല്ലാഹുവിന്റെ ഇബ്രാഹിം മില്ലത്തിന്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അന്ത്യനാൾ വരെ ഖുർആനിന്റെ അല്ലാഹുവിന്റെ വഹീന്റെ പാഠമായി ചോദിച്ച ചോദ്യമാണ് അജഅൽതും സികായത്തുൽ ഹാജി, ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നത്, വഇമാറത്തുൽ മസ്ജിദുൽ ഹറാമി, മസ്ജിദുൽ ഹറാം പരിപാലിക്കുന്നത് നിങ്ങൾ തുല്യാക്കുകയാണോ? കമൻ ആമന ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വജാഹദ ഫീ സബീലില്ലാഹ്. അല്ലേ? ഇതിനോടാണ് ഹജ്ജാജിമാർക്ക് വെള്ളം കൊടുക്കുന്നത്, മസ്ജിദുൽ ഹറാം പരിപാലിക്കുന്നത്. നമുക്ക് സക്കരിയ മസാദിലെ പള്ളി പരിപാലിക്കുമ്പോൾ തന്നെ എല്ലാം പൂർത്തിയായി എന്ന് വിചാരിക്കുന്ന നമ്മളുടെ അല്ലേ ആ ബോധത്തോട് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ചോദിച്ചതാണ് അജഅൽതും സികായത്തുൽ ഹാജി വഇമാറത്തുൽ മസ്ജിദുൽ ഹറാം. അല്ലേ? അതൊന്നും തുല്യാവില്ല എന്തിനോട്? ഈമാനിനോട്. ബിൽ അംനി വൽ ഈമാൻ വബിസ് സലാമത്തി വൽ ഇസ്ലാം. അതുണ്ടോ നിങ്ങളുടെ തർബീയത്തിൽ? അതുണ്ടോ നിങ്ങളുടെ തക്ബീറുകളിൽ? ആ ഇസ്ലാം ഉണ്ടോ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തുണ്ടോ? അതില്ലെങ്കിലോ അത് തകർത്താൽ ആ ജീവിതമില്ല. അത് തകർത്തു. ചില ആളുകൾ ഇബ്രാഹിമിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും വിഗ്രഹമാക്കി കഅബയിൽ പ്രതിഷ്ഠിച്ചു. ഹാജറയുടെ വിഗ്രഹം, ഇസ്മായിലിന്റെ വിഗ്രഹം. ഇത് കണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത്. ആലോചിക്കാൻ പറ്റുമോ? ബാബരി മസ്ജിദിൽ ഒരു വിഗ്രഹം കണ്ടപ്പോ അല്ലേ, രാമവിഗ്രഹം കാണുമ്പോ നമ്മുടെ മനസ്സ്, ഹൃദയം തകരുന്നില്ലേ? മസ്ജിദുൽ അഖ്സ ജൂതന്റെ കൈകളിൽ പെട്ടപ്പോ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകുന്നില്ലേ? പ്രാർത്ഥനകളിൽ നമ്മൾ കരഞ്ഞ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലേ? അതിനേക്കാൾ വലിയ വൈഷമ്യതയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കമാൽ മൗല മസ്ജിദ് മധ്യപ്രദേശ് അവസാനത്തെ അടയാളം കണ്ടല്ലേ? ഇസ്ലാമിന്റെ ദേവാലയങ്ങളിൽ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുക എന്നത് അല്ലേ ഇബ്രാഹിം മില്ലത്തിന്റെ പേരിൽ തന്നെ നടത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെയാണ് അട്ടിമറിച്ചത്. എന്തുകൊണ്ട്? ഈമാൻ കൊണ്ട്, ഇസ്ലാം കൊണ്ട്. ആ കഅബാലയത്തിൽ നിന്ന് വിഗ്രഹങ്ങൾ എടുത്ത് പുറത്തിറങ്ങി ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിലു എന്ന് പറഞ്ഞു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹ്. എന്തുകൊണ്ടാണ് സാധിച്ചത്? ഈ ഈമാൻ കൊണ്ടാണ്, നിർഭയനായി. ഈ ഇസ്ലാം കൊണ്ടാണ്. നമ്രൂദിന്റെ കാലശേഷം അബൂജഹൽ എന്ന് പറയുന്ന നമ്രൂദിനോട്
ഇസ്ലാം കൊണ്ട് ഈമാൻ കൊണ്ട് നേരിട്ട ഒരു സമൂഹത്തിന്റെ ചരിത്രമാണ് പിൽക്കാലത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അറഫ ഭൂമിയിൽ നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? ഇമാമിന്റെ പ്രസംഗം കേട്ടില്ലേ? ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഒത്തുകൂടിയത് കണ്ടില്ലേ? അവരോടാണ് ആരാണത് ഇത്തരം ഒരു ഇസ്ലാമിനെ ഇബ്രാഹിം മില്ലത്തായി നമ്മളെ പഠിപ്പിച്ചത്? അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. പ്രാർത്ഥിക്കുന്ന കരങ്ങൾക്കിടയിൽ അല്ലാഹുവിനോട് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ റസൂലിന്റെ ശബ്ദം നമ്മളുടെ ഹൃദയങ്ങളിൽ കർണപുട്ടങ്ങളിൽ പ്രതിധ്വനിക്കണം, അലയടിക്കണം. ഈ ഇബ്രാഹിം മില്ലത്തുണ്ടല്ലോ, അത് നിങ്ങൾ ലോകത്തേക്ക് കൊടുക്കണം, ലോകത്തേക്ക് കൈമാറണം. ഇവിടെ ഹാജറുള്ളവൻ ഹാജരില്ലാത്തവന് കൈമാറണം. ഞാനിവിടെ അനുഷ്ഠിക്കുന്ന കുത്തുബുണ്ടല്ലോ, നമ്മുടെ നിസ്കരിച്ച നിസ്കാരമുണ്ടല്ലോ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനം നെഞ്ചിലേറ്റി ലോകത്തിലേക്ക് പോയവരുടെ ഫലമാണ്. അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അവരുടെ ഫലം അവർ മക്കയിലും മദീനയിലും അനുഷ്ഠാനമായിട്ട് കൂടാൻ ശ്രമിച്ചില്ല, അനുഷ്ഠാന മതമാക്കിയില്ല. ലോകത്തിന്റെ ഭൂഖണ്ഡങ്ങളിലേക്ക് അല്ലാഹുവിന്റെ ദീനായി ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വബിൽ ഇസ്ലാം ഇബ്രാഹിമിന്റെ സന്തതികൾ ഉണ്ടാകണം, ഇബ്രാഹിം മില്ലത്തിന്റെ ആളുകൾ ഉണ്ടാകണം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ടാകണം. എങ്ങനെ ഉണ്ടാകും? ഈമാനിന്റെ മാർഗത്തിൽ ജീവിക്കണം, ഇസ്ലാമിന്റെ മാർഗത്തിൽ ജീവിക്കണം. നമ്മൾ ജീവിച്ചാൽ എത്ര നമ്രൂദുകൾ, എത്ര വലിയ തീക്കുണ്ടങ്ങൾ ഒരുക്കിയാലും അഭയാർത്ഥികളാക്കിയാലും മരുഭൂമികളിൽ കൊണ്ടുപോയി തള്ളിയാലും അഗ്നികുണ്ഡങ്ങൾ ഒരുക്കിയാലും ബലികല്ലുകൾ ഉണ്ടാക്കി നമ്മളുടെ ഇസ്മായിലുകളെ ബലിയറുക്കുന്ന നമ്രൂദും ആദറും ഉണ്ടായാലും എന്തുകൊണ്ട് നേരിടണം? ആധുനിക കാലത്ത് ഇസ്ലാമിക സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നതാണ് വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി വജതബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹിം വസമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ. അല്ലാഹ് ആ മാർഗ്ഗത്തിലാണ് നമ്മൾ, ആ മുസ്ലിങ്ങളാണ് നമ്മൾ. വജതബാകും അല്ലാഹ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്, ഭാഗ്യവാന്മാരല്ലേ നമ്മൾ. മഖാമു ഇബ്രാഹിമിൽ നിൽക്കുമ്പോൾ എവിടെയാണ് ഈ ദുർബലനായ വിനീതനായ പാപിയായ നിങ്ങളുടെയൊക്കെ മഹലിൽ നിന്ന് പോയ ഹാജി നിൽക്കുന്നത്? എവിടെയാണ്? ഇബ്രാഹിമിന്റെ മക്കാമിലാണ്, നിൽക്കുന്ന സ്ഥലത്താണ്. ആ മക്കാമ നമുക്ക് പോരാ. ഇപ്പോ ഒരുപാട് മക്കാമ നമ്മൾ തേടി നടക്കുകയാണ്. ആ സംസം നമുക്ക് പോരാ. കാരണം എന്താണ്? അബൂജാഹിലും കൂട്ടരും ചെയ്തതുപോലെ മറ്റ് തീർത്ഥജലങ്ങൾ തേടി നമ്മളിങ്ങനെ ഉറൂസ് യാത്ര നടത്തുകയാണ്. സംസം കുടിച്ചിട്ടും ദാഹം മാറാത്ത മഖാം ഇബ്രാഹിമിൽ നിസ്കരിച്ചിട്ടും ആത്മീയതയുടെ മോക്ഷം കിട്ടാത്ത മനുഷ്യർ ഇസ്ലാമിനെ തകിടം മറിക്കുന്ന കാലത്ത് നമ്മളിങ്ങനെ സുഖകരമായി ജീവിക്കുമ്പോ ഇസ്ലാം തകിടം മറിയുന്നുണ്ട്. എപ്പോഴാണ് ചില ആളുകൾ മസ്ജിദുൽ അഖ്സയുടെ കീഴിൽ താഴെ അവർ ജീവിക്കുകയാണ്. അവരെ കണ്ട് ലോകം ഇസ്ലാമിനെ പഠിക്കുന്നു. നമ്മൾ നോക്കുമ്പോ അവർക്ക് വെള്ളമില്ല കുടിക്കാൻ, ഭക്ഷണമില്ല, നിസ്കരിക്കാൻ പള്ളിയില്ല, ദീൻ പഠിക്കാൻ മദ്രസയില്ല. പള്ളിയും മദ്രസയും ഇല്ലാതെ, ഈദ് വസ്ത്രം ധരിക്കാൻ കഴിയാതെ, നമ്മളെ പോലെ മന്തിയും അതുപോലെ തന്നെ അൽഫാമും കഴിക്കാൻ കഴിയാതെ, ഒരു പാത്രത്തിൽ ഒരു ബിരിയാണിയിൽ ഒരു കുടുംബം മൊത്തം ഇരുന്ന് തിന്നുന്നത് കാണുമ്പോ, അങ്ങനെ തിന്നുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നവർ പറയുന്നത് കാണുമ്പോ, അത് കഴിച്ചു കഴിഞ്ഞ് വിശപ്പടക്കാൻ കഴിയാത്തത്, വിശപ്പടക്കാൻ തികയുന്നതൊന്നും കഴിക്കാതെയും അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വഅസ്ഖാനി എന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് തലക്ക് മുകളിൽ വന്ന് വീഴുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുപോലെ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന് പ്രാർത്ഥിക്കുന്ന ആ സമൂഹത്തെ കണ്ട്, ഇസ്മായിലിനെ കണ്ട്, ഹാജറയെ കണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പിൻതലമുറക്കാരെ കണ്ട് ഇസ്ലാം സ്വീകരിക്കുന്ന മനുഷ്യർ ലോകത്തുണ്ട്.
ഔലാദ ഇബ്രാഹിം, നമ്രൂദ് മാത്രമല്ല ലോകത്തുള്ളത്, റംബൂദ് മാത്രമല്ല ലോകത്തുള്ളത്, നെതന്യാഹു മാത്രമല്ല ലോകത്തുള്ളത്. ഔലാദ ഇബ്രാഹിം ബിൽ അംനി വൽ ഈമാൻ വബിസ്സലാമി വസലാമതി വബിൽ ഇസ്ലാം. ഇസ്ലാം കൊണ്ട് അവരെ നേരിടുന്ന തലമുറയുണ്ട്. കീഴടങ്ങാൻ അവരൊരുപ്പല്ല. എല്ലാം നഷ്ടപ്പെട്ടാലും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അവർ ജീവിക്കുകയാണ്. അവരെ സഹായിക്കാൻ പോയി അവരെ കണ്ട് ഇവരുടെ ജീവിതം എത്ര മഹത്തരമാണ് എന്ന് മനസ്സിലാക്കിയ സമൂഹങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ഞാൻ എന്റെ ഈ അടുത്ത സമയത്ത് വായിച്ച ഒരു പുസ്തകം, അത് ലോറൻ ബൂത്ത് എന്ന് പറയുന്ന ഒരു സഹോദരി എഴുതിയതാണ്. IPH ആ പുസ്തകം വിവർത്തനം ചെയ്തിട്ടുണ്ട്. പെരുന്നാളിന്റെ ഒരു സമ്മാനമായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ആ ബുക്ക് നൽകണം. ഇംഗ്ലീഷിൽ വായിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് ഇംഗ്ലീഷിൽ ആ പുസ്തകം നൽകണം. ഫൈൻഡിങ് പീസ് ഇൻ ദ ഹോളി ലാൻഡ് എന്ന് പറയുന്ന പുസ്തകം ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കാണാം. സമാധാനം തേടി ഹോളി ലാൻഡിലേക്ക്, വിശുദ്ധ ഭൂമിയിലേക്ക്, എവിടേക്കാണ്? ഗസയിലേക്ക് യാത്ര പോയ ആ സ്ത്രീ പറയാണ്, തലമുറയെ കണ്ടപ്പോ എനിക്ക് എന്റെ ജീവിതത്തെ കുറിച്ച് അറിവ്, സ്വർഗം സ്വർഗീയമായ ജീവിതം നയിക്കുന്നു എന്ന് പറയുന്ന ഞാൻ നരകത്തിലാണ് എന്ന് എന്നെ പഠിപ്പിച്ചത്. ഞങ്ങളുടെ ഭൗതികതയുടെ മുമ്പിൽ നരകത്തിൽ ജീവിക്കുന്ന, നരകമാണെന്ന് വിചാരിക്കുന്ന പലസ്തീനിലെ കുട്ടികളാണ്. അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ? അത് അല്ലാഹുവിന്റെ ദീനാണ്, ഇസ്ലാമാണ്, ഇബ്രാഹിം മില്ലത്താണ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനാണ്. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ നൂറൻ ബുദ്ധ പറയാണ് അവരുടെ വായിൽ അല്ലാഹു അക്ബർ ഉണ്ട്. ഫലസ്തീനിലെ ഈ ദുർബലരായ മനുഷ്യർ സമ്മാനിച്ച ഹിദായത്തിലെത്തുന്നതിന് മുമ്പ് അല്ലാഹു അക്ബർ എന്ന് മക്കളെ പഠിപ്പിക്കുകയാണ്. അവരുടെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോ ഈ അല്ലാഹു അക്ബർ അവരിൽ നിന്ന് കേട്ട് പറയാണ്, അൽഹംദുലില്ലാഹ് എന്ന് അവർ പറയാണ്. പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞു ഫലസ്തീനിലെ ഈ പീഡിതരായ മർദ്ദിതരായ സമൂഹത്തെ കണ്ട് ടോണി ബ്ലെയർ എന്ന് പറയുന്ന അന്നത്തെ നമ്രൂദിന്റെ ഭാര്യ സഹോദരി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ആത്മകഥ എഴുതുകയാണ്. സമാധാനം എനിക്ക് ഇസ്ലാമിൽ നിന്ന് ലഭിച്ചു അല്ലെ, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ശ്രമിച്ച നമ്രൂദുമാരെ ഇസ്ലാം കൊണ്ട് കീഴടക്കാൻ സാധിക്കുമെന്ന് ആധുനിക കാലം നമ്മളോട് പറയുന്നുണ്ട്. ഈയിടെയാണ് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് വായിക്കണം. ഇസ്ലാം ഹിദായത്ത് സ്വീകരിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിക ജീവിതത്തിൽ നിറവേറ്റാൻ ശ്രമിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അവസാനം ഇസ്ലാമിന്റെ വസ്ത്രം ധരിക്കണമല്ലോ. ഒരു കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഇസ്ലാമിന്റെ വസ്ത്രം ധരിക്കണം. തലവ BBC-യിലും എല്ലാ ചാനലിലും നഗ്ന അർദ്ധനഗ്നയായി പ്രത്യക്ഷപ്പെട്ടിരുന്ന സഹോദരി ഇസ്ലാം സ്വീകരിച്ച ശേഷം വലിയ ചാക്കിൽ എല്ലാ വസ്ത്രങ്ങളും ശേഖരിച്ച് ഇനി അതെനിക്ക് ധരിക്കേണ്ടതില്ല, ഈ പാശ്ചാത്യൻ മോഡേൺ വസ്ത്രം എനിക്ക് ധരിക്കേണ്ടതില്ല എന്ന് വിചാരിച്ച് അതിങ്ങനെ കൊണ്ടുപോവുകയാണ് ക്യാൻസർ സെന്ററിലേക്ക്. ഒരു സഹോദരി പറഞ്ഞു, അത് മറിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ചാൽ നിങ്ങൾക്കത് ധരിക്കാം, അല്ലെ? കൈ മറച്ചാൽ മതി, കാൽ മറച്ചാൽ മതി, അല്ലെ? നിങ്ങൾക്ക് ധരിക്കാം എന്നൊക്കെ അവർ പറഞ്ഞിട്ടും എല്ലാ വസ്ത്രവും ക്യാൻസർ സെന്ററിലെ രോഗികൾക്ക് നൽകി ഇസ്ലാമിന്റെ ഹിജാബ് സ്വീകരിച്ച് ഹിദായത്തിലേക്ക് സഞ്ചരിച്ച എന്ന് പറഞ്ഞ് ഇബ്രാഹിമിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന മനുഷ്യർ അങ്ങ് പാശ്ചാത്യ ലോകത്ത് നിന്ന് വരുമ്പോ നമ്മളുടെ വേഷമൊക്കെ പാശ്ചാത്യന്മാരുടേതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ഈ തക്ബീർ പറയാൻ യോഗ്യതയുണ്ടോ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ നമ്മൾ ചോദിക്കണം. പറയാൻ മഖാം ഇബ്രാഹിമിൽ നിൽക്കാൻ, അറഫയിൽ നിൽക്കാൻ, ബലി മൃഗത്തിന്റെ കഴുത്തിൽ കത്തുവെച്ച് ഈ തക്ബീർ പറയാൻ യോഗ്യത ഉണ്ടാകണമെങ്കിൽ ഇബ്രാഹിം മില്ലത്തിന്റെ ആദർശങ്ങൾ സ്വീകരിച്ച് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മളുടെ ഇബാദത്തുകൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ നിർവഹിച്ച ഈ തക്ബീറുകളും
ഇനി നമസ്കാരത്തിന് ശേഷം നിർവഹിക്കാൻ പോകുന്ന നമ്മുടെ ഉദൂഹിത്വമൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ സഹോദരന്മാരായി അറിവിലുണ്ട്. അവരും ഊഹിയത്തിലാണ്, ജംറത്തുൽ അഖബയിലും ജംറത്തുൽ മുസ്തഖയിലും ഒക്കെയാണ്. അല്ലാഹു അവരുടെയൊക്കെ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ. ഏറ്റവും മബ്റൂറായ മഖ്ബൂലായ ഹജ്ജ് ചെയ്ത് ഇബ്രാഹിം മില്ലത്തിന്റെ ഭാഗമായി നമുക്ക് കൂടി ഈമാൻ നിറച്ചു നൽകാൻ കഴിയുന്ന സമൂഹമാണ് അല്ലാഹു ഇസ്ലാമിക ഉമ്മത്തിന് ഹജ്ജ് വഴി ഐക്യം പ്രദാനം ചെയ്യുന്നതാകട്ടെ. ഭിന്നിപ്പില്ലാത്ത അനൈക്യമില്ലാത്ത ആദർശമാണ്, ആരാധനയാണ് ഇസ്ലാം. അവിടെ ഷിയയില്ല, സുന്നിയില്ല, അവിടെ മുജാഹിദില്ല, ജമാഅത്തില്ല, തബ്ലീഗില്ല, സുന്നികളില്ല. എല്ലാവരും കഅബാലയത്തിന്റെ ഉള്ളിൽ ഒന്നാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി ഒന്നിക്കാൻ പറ്റുന്നുണ്ടോ? ഇസ്ലാമിന്റെ നാടിനെ ആക്രമിക്കുമ്പോൾ കഴിയുന്നുണ്ടോ ഒരുമിക്കാൻ? മസ്ജിദുൽ അഖ്സയെ ആക്രമിക്കുമ്പോൾ കഴിയുന്നുണ്ടോ ഒരുമിക്കാൻ? അല്ലാഹുവിന്റെ ഹജ്ജിൽ ഒരുമിക്കാൻ പഠിപ്പിച്ച ഹജ്ജിൽ ഇല്ലെങ്കിൽ ഈ ഹജ്ജ് ഉണ്ടോ? എന്നിട്ടും ഒരുമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, എന്നിട്ടും സലാം ചെല്ലാൻ കഴിയുന്നില്ലെങ്കിൽ, എന്നിട്ടും കെട്ടിപ്പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഹജ്ജ് കിട്ടും? അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് വിശാലമായ മനസ്സിനെ സഹായിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ രോഗികളായി പ്രയാസപ്പെട്ട് ആരാധനകൾക്ക് വന്നവർക്ക് രോഗങ്ങളും പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. പെരുന്നാളിനെ അല്ലാഹു ഈമാനികമായ ഒരു ഉത്സവമാക്കി മാറ്റിത്തീർക്കുമാറാകട്ടെ. നമ്മുടെ ആഘോഷങ്ങളെ അല്ലാഹു ഇസ്ലാമിന്റെ ആഘോഷങ്ങളാക്കി മാറ്റിത്തീർക്കുമാറാകട്ടെ. നമ്മുടെ ഊഹ്യത്തുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ദരിദ്രരായ മനുഷ്യരെ കണ്ണുകൊണ്ട് കാണാൻ, കുടുംബത്തെ കാണാനുള്ള ഒരു ആരാധനയായി അല്ലാഹു ഈ ഊഹ്യത്തിനെ മാറ്റിത്തീർക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ വീഴ്ചകൾ പുറത്തുമാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരിമാർ നമുക്ക് വേണ്ടി ഭക്ഷണവും ഒക്കെ ഒരുക്കി ഹജറ ബീവിയുടെ പിന്മുറക്കാരായി ജീവിക്കുന്ന സഹോദരിമാർ, ഉപ്പമാർ, അവർക്കൊക്കെ അല്ലാഹു കർമ്മങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർഷകനെ നിങ്ങളുടെ കുടുംബത്തിൽ കൺകുളിർമ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിൽ നീ കൺകുളിർമ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഇസ്മായിലിന്റെ മാർഗത്തിൽ വളരുന്ന തലമുറയായി ഞങ്ങളുടെ തലമുറകളെ നീ മാറ്റി റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നീ സലാമത്ത് പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ നീ അംഗം പ്രദാനം ചെയ്യണം റഹ്മാനെ. ഇസ്ലാമിക ലോകത്ത് നീ നിർഭയത്വം പ്രദാനം ചെയ്യണം റഹ്മാനെ. ലോക സമൂഹത്തിൽ നീ സമാധാനം പ്രദാനം ചെയ്യണം റഹ്മാനെ. അക്രമം വിതക്കുന്ന നാശകാരികളായ ഭരണാധികാരികളുടെ കുതന്ത്രങ്ങളെ നീ തകർത്ത് കളയണം റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ പദ്ധതികളെ, ഗൂഢപദ്ധതികളെ നീ നശീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഇസ്ലാമിന്റെ വിജയം കാണാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹു ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഅഹ്യാഇ വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിൽ ഹാജാത് طيب سراهم واجعل الجنة مأوانا ومأواهم اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداءك واعداء الدين اللهم شتت شملهم ومسك جمعهم وزلزل اقدامهم وهدم ديارهم يا رب العالمين اللهم انصر المسلمين في فلسطين اللهم انصر المسلمين في غزة اللهم انصر المسلمين في غزة اللهم انصر المسلمين في عمان اللهم انصر المسلمين في أنحاء العالم يا رب العالمين اللهم اجعل هذا بلدا آمنا يا رب العالمين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا دعاءنا
وصلاتنا وتكبيرنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. بهذا نستغفر الله لي ولكم ولسائر المسلمين بذنب واستغفره إنه هو الغفور